റൗണ്ടിലെ പെർഫോമൻസുമായി എത്തുന്നു നൂർഷ. നൂർഷക്കുട്ടി പ്രത്യേകിച്ച് സുന്ദരിയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ഡ്രസ്സിലും നല്ല ഭംഗിയാണ് നൂർഷനെ കാണാൻ. താങ്ക് യു ചേച്ചി. നൂർഷ ഏത് പാട്ടാ പാടാൻ പോന്നെ? കദളിവാഴ കയ്യിലിരുന്നു എന്ന സോങ്. ആഹാ, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടിന്റെ ഒരു റിസ്ക് ഉണ്ട്, തെറ്റിച്ചാലും എല്ലാവരും അറിയും. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മാരനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിരി വെക്കണം. മാവ് വീണം വെണ്ണ വീണം പൂവാലി പശുവേ പാൽ തരണം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിത്തിരി എഴുതിയിടും. കാപ്പു വീണം കാൽത്തള വീണം പസവിൻ തട്ടം മേലിടണം. വയസ്സനാണ് വരുന്നതെങ്കിൽ വയസ്സനാണ് വരുന്നതെങ്കിൽ അയിലേം ചോറും നൽകണം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. തകർത്തല്ലോ നൂർഷ, എന്ത് രസമായിരുന്നു. നൂർഷയുടെ പെർഫോമൻസിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കിയത് ആ 3 പേരാണ്. അതും മാരനായിട്ട് വന്ന എന്താണ് അഭിനയം. സാൻഡ്രയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. യശനെ ഞാൻ പറയുന്നില്ല, കുറെ ഞാൻ പൊക്കി പറഞ്ഞു. ഇനി നമുക്ക് നൂർഷയുടെ ജഡ്ജ്മെന്റ്സിലേക്ക് പോകാം. മൂസക്ക, വളരെ ഗംഭീരമായിട്ട് പാടി മോളെ. ഞാൻ ഈ സിനിമ നേരിട്ട് കണ്ടാൽ എത്രയോ പ്രാവശ്യം. 10-40 വർഷങ്ങൾ 45 വർഷത്തോളം പഴക്കമുള്ള ഒരു 10-45 കൊല്ലം മുമ്പ് ഞാൻ ജനിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ യാതൊരു അറിവുമില്ലാത്ത ഇത്രയും ക്ലിയറായിട്ട് ഈ പാട്ട് പാടി വളരെ ഗംഭീരമായിട്ട് പാട്ട് അതുകൊണ്ട് ആത്മാർത്ഥ കാണിച്ചു പഠിച്ചു. നമുക്ക് ഗംഭീരമായിട്ട് പാടിയത് നല്ല പാട്ട്. അതുപോലെ തന്നെ ഇവർ ഈ ചെയ്തു വെച്ച ആ പുയ്യാപ്പളനം വല്ലാത്ത എട്ടുകാറ് പിടിച്ച പുയ്യാപ്പളി കേട്ടോ. ഒരു എതയില്ലാത്തൊരു പാവം മനുഷ്യർ ബ്രോക്കറാന്നുണ്ട്, കല്യാണ ബ്രോക്കർ. കുറേ ഫോട്ടോ എല്ലാം കൊണ്ട് വന്നിട്ട് ഈ ചങ്ങായിന് ആരും എടുത്തു കൊടുക്കുക കുട്ടിക്ക്.
പകയിലാക്കി എന്തോ ഒരു സുഖ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇന്ന് ഇങ്ങനത്തെ ഒരു പറമ്പ് ഇത്രയും വാഴകളൊന്നും നന്നായിട്ടൊന്നും കാണൂല. പറമ്പില്ല, വാഴ വെക്കാൻ വേണ്ടി പറമ്പുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഇത്രയും വാഴകൾ നമുക്ക് ഒന്നായിട്ട് കാണാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഈ പരിപാടിയോടുകൂടി. എല്ലാം കൊണ്ടും വൃത്തിയുള്ളൊരു പാട്ട് അവതരണം എല്ലാം കൊണ്ടും ഭംഗിയായി ബെസ്റ്റ്. താങ്ക് യു മൂസക്ക. അബൂട്ടി മാഷേ വളരെ ഭംഗിയായി കേട്ടോ. ഇത് എല്ലാം കൂടി ആശയമായിട്ട് ഉണ്ടാക്കിയ മാതിരി മരം കൊണ്ട് വെച്ച് വെട്ടിയാണ് ആർക്കും ആ രൂപമെല്ലാം കൊണ്ട് അതാണ് ഇറച്ചി മേത്തില്ലാത്തൊരു കോലം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കൂളിംഗ് ഗ്ലാസ് അവിടെ മുട്ടി വീണൂടെന്ന് വിചാരിച്ചു ഞാൻ. അത് നല്ല രസമുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് വല്ലാതെ നോക്കിയാലും എന്തായാലും എനിക്ക് പാട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. മോളെ ആ മാവ് വേണം, വെണ്ണ വേണം, അവിടെ ചെറിയൊരു പ്രശ്നം മോൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും അതേ സുറുമ ഇത്തിരി എഴുതണം, ഇത്തിരി ചെറിയൊരു പ്രശ്നം അവിടെ വന്നത് തോന്നിയില്ല മോൾക്ക്. അവിടെ ചെറിയ അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്, സമ്മതിക്കുക എന്ന് പറയുന്നത്. ഇടക്കിടക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ചു കൊടുക്കണം. അവിടെ എന്തോ ഒരു രസവും അവിടെ. അതുകൊണ്ട് വയസ്സനാണ് വരുന്നത്, അവിടെ നിന്ന് മുതലൊന്ന് പാടി കേൾക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ ജിക്കിയെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും ജിക്കിയെ ഓർമ്മ വന്നുപോയി അവിടെ. ജിക്കിയാണ് പാടിയതെന്ന് അറിയില്ല. മൂസക്ക പറയുമ്പോൾ 1961 ഈ സിനിമ ഇറങ്ങിയത്. AM രാജ എന്ന് പറഞ്ഞ ഗായകനെ കേട്ടിട്ടില്ലേ? AM രാജനെ കേട്ടിട്ടില്ല എന്ന് പറയല്ലേ? കാണാൻ പറ്റാത്ത കൺമണി നീയങ്ങരം പിടിച്ചാൽ ഇങ്ങനെ കുറേ പാട്ടുകൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ജിക്കി. തെലുങ്കുന്നാണ് ഇവർ വന്നത്. ഇവര് തെലുങ്കുന്നാണ് വന്ന് പാടിയത് എന്നുള്ളത് എങ്ങനെയും തോന്നുമോ മൂസക്ക? നല്ല പക്ക മലയാളത്തിൽ തന്നെയോ പാടി. M രാജ മാഷ് പാടുമ്പോ പിന്നെയും കൺമണി നീയൻ കരം എന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ജിക്കി പാടിയ രീതിയിൽ ഇത് ഒരു മലയാളി പാടിയതായിട്ടാണ് നമുക്ക് തോന്നുന്നു. അത്രയും ഭംഗിയായ പാട്ടാണിത്. പിന്നെ ഭാസ്കര മാഷരാജനെ ഉമ്മ. അപ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല. അത് എഴുതി പറഞ്ഞ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. താങ്ക് യു അബൂട്ടി മാഷേ. സജിലത. നോഷ, വളരെ മോഡേൺ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയെ ഞാൻ നല്ലൊരു പാത്തുമ്മ കുട്ടിയുടെ സ്റ്റൈലിൽ കണ്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നന്ദിനി പറഞ്ഞ പോലെ തന്നെ എല്ലാ വേഷവും നൂഷയ്ക്ക് ഇണങ്ങുന്നുണ്ട്. പിന്നെ നൂഷയുടെ വോയിസ് എക്സലന്റ് വോയിസ് ആണ് കേട്ടോ. നല്ല സുഖമുണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആ വോയിസിൽ. പല്ലവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് പല്ലവിയൊക്കെ പാടിയത്. പിന്നെ റേഞ്ചിൻ്റെ ആണ് ഏക പ്രശ്നം വരുന്നത്. അനുപല്ലവിയിൽ കുറച്ച് പെർഫെക്റ്റ് ആവണം. പിന്നെ സുറുമ ഇത്തിരി എഴുതിയണം. അവിടെ ഞാനും അത് എഴുതി വെച്ച ചരണത്തിൽ ആ പിച്ച് അങ്ങ് കറക്റ്റ് എത്തുന്നില്ല. പിന്നെ ഏറ്റവും ഭംഗി തോന്നിയത് മാഷ് പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാഷ് പിന്നീട് പാടിപ്പിച്ചപ്പോൾ ശരിക്കും ആ ലൈവിൽ പാടിയ ഒരു എഫക്റ്റ് പിന്നീട് പാടിച്ചപ്പോൾ വന്നില്ല. ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു ആ ഒരു ലൈൻ. അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ പല്ലവിയും എക്സലൻ്റ് ആയിട്ട് പാടി കേട്ടോ. നല്ല വൃത്തി ഉണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ഫ്രണ്ട്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അനുപല്ലവി എനിക്ക് ശരിക്കും അങ്ങോട്ട് കേൾക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ശ്രദ്ധയും അവരുടെ അടുത്തേക്ക് പോയി. പിന്നീട് ഞാൻ ആ ശ്രദ്ധ മാറ്റുകയും ചെയ്തത്. കാരണം പിന്നെ നമുക്ക് പാട്ടധികം ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട്. എന്തായാലും ഓവറോൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പാട്ട് മസ്സലായിട്ട് പാടി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജിലത. ഇനി നൂഷയുടെ മാർക്സിലേക്ക് പോവാം. മൂസക്ക. 40-ൽ 36 മാർക്ക്. അബൂട്ടി മാഷേ.
സെയിം മാർക്ക് 40-ൽ 36. സജിലത്ത 17.5. നൂർഷയുടെ ടോട്ടൽ മാർക്സ് 89.5 ഔട്ട് ഓഫ് 100. നൂർഷയുടെ ചിരി കണ്ടാൽ അറിയാം സന്തോഷമായി. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. കൂടെയുള്ളവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. തിരിച്ചു ചെന്നിട്ട് അവർക്ക് മുട്ടായി മേടിച്ചു കൊടുക്കണം കേട്ടോ. അത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത റൗണ്ടിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ മുഞ്ചുള്ള പാട്ട് പാടിയ മൊഞ്ചത്തിയെ സെലക്ട് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. മൂസാക്ക ഇവിടെ ഉണ്ട്. മൂസാക്ക, ആരാണ് ഇന്നത്തെ ആ മുഞ്ചുള്ള പാട്ട് പാടിയ മൊഞ്ചത്തി? രണ്ടുപേരും നന്നായി പാടി. വളരെ ഒരാൾക്കൊരാള് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ്. ഒറ്റ ഗിഫ്റ്റേ ഉള്ളൂ, ഒറ്റൊന്നല്ലേ ഉള്ളൂ. അപ്പൊ ഒന്നിന് ഞാൻ മനസ്സറിഞ്ഞിട്ട് പൊരുത്തം കൊടുത്തു. മറ്റേ കദളി വാഴയ്ക്ക് ഈ സാധനം കൊടുത്തു. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട, മാർക്കറ്റ് റോഡ്, എറണാകുളം. ഹലോ, എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ കാറൊരു വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിൻ്റെ കുറച്ച് പൈസ എടുക്കാണ്ടാവുമോ?